എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 ഏറ്റവും വലിയ ഹൈ വോൾട്ടേജ് പോരാട്ടമായ ക്വാളിഫയർ 1-നാണ് നാം ഏവരും സാക്ഷ്യം വഹിച്ചത്. മൈതാനത്തെ തണുപ്പും പിച്ചിലെ ആദ്യത്തെ നനവും മുതലെടുക്കാൻ ലക്ഷ്യമിട്ട് ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുത്തു. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ബാറ്റിംഗിനയച്ച ഗില്ലിന്റെ തന്ത്രങ്ങളെ തുടക്കത്തിൽ തന്നെ തവിടുപൊടിയാക്കാൻ ഉറച്ചായിരുന്നു RCBയുടെ ഓപ്പണർമാർ മൈതാനത്തിറങ്ങിയത്. സ്ഫോടനാത്മക ഓൾറൗണ്ടർ വെങ്കിടേഷ് അയ്യരും സാക്ഷാൽ റൺ മെഷീൻ വിരാട് കോഹ്ലിയും ക്രീസിലെത്തുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഗുജറാത്ത് ബൌളർമാരെ തകർത്തെറിയാനുള്ള അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. സ്വിംഗ് സുൽത്താൻ മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഫ്രണ്ട് ഫൂട്ടിൽ വന്ന കവേഴ്സിനും പോയിന്റിനും ഇടയിലൂടെ ഒരു ബുള്ളറ്റ് ഷോട്ട് പായിച്ച് അയ്യർ വരവറിയിച്ചു. സംഹാരരൂപം പൂണ്ട അയ്യർ അതേ ഓവറിലെ രണ്ടാം പന്തിൽ മിഡ് വിക്കറ്റിലൂടെ അതിശക്തമായൊരു ഹിപ്പ് ഷോട്ടിലൂടെ അടുത്ത ബൗണ്ടറി നേടി. രണ്ടാം ഓവർ എറിയാനെത്തിയത് ദക്ഷിണാഫ്രിക്കയുടെ വേഗതയുടെ രാജാവ് കഗിസോ റബാഡയായിരുന്നു. ഓവറിലെ അഞ്ചാം പന്തിൽ അയ്യരുടെ പാഡുകൾ ലക്ഷ്യമാക്കി വന്ന പന്തിൽ ക്രീസ് കൃത്യമായി ഉപയോഗിച്ച് അയാൾ ഫൈൻ ലെഗിനു മുകളിലൂടെ 57 മീറ്റർ നീളമുള്ള ഒരു കൂറ്റൻ സ്കൂപ്പ് സിക്സർ പറത്തി. എന്നാൽ ആവേശം കൊടുമുടിയിലെത്തിയ ആ നിമിഷത്തിൽ മത്സരം നാടകീയമായൊരു വഴിത്തിരിവിലെത്തി. തൊട്ടടുത്ത പന്തിൽ 145 km/h വേഗതയിലെറിഞ്ഞ തീപ്പൊരി ഷോട്ട് ഓഫ് ലെങ് ഡെലിവറിയിൽ വലിയൊരു ഷോട്ടിന് ശ്രമിച്ച അയ്യരുടെ ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി പന്ത് ആകാശത്തേക്ക് കുതിച്ചു. മിഡ് ഓഫിൽ പിന്നിലേക്ക് ഓടി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ എടുത്ത അതിമനോഹരമായ റണ്ണിംഗ് ക്യാച്ചിലൂടെ വെറും 7 പന്തിൽ 3 ഫോറും 1 സിക്സും സഹിതം 19 റൺസ് എടുത്ത അയ്യർ പുറത്തായി. അയ്യർക്ക് പകരം യുവ ഇടങ്കയ്യൻ ബാറ്റർ ദേവദത്ത് പടിക്കൽ ക്രീസിലെത്തി. മൂന്നാം ഓവറിൽ സിരാജ് മടങ്ങിയെത്തിയപ്പോൾ ആദ്യ പന്തിൽ തന്നെ വിരാട് കോഹ്ലി ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു തകർപ്പൻ ബൗണ്ടറി പായിച്ചു. ഓവറിലെ അവസാന പന്തിൽ പടിക്കലും തന്റെ ക്ലാസ് തെളിയിച്ചു. സിരാജിന്റെ ലെങ്ത് ബോളിൽ നിന്ന നിൽപ്പിൽ മിഡ് ഓഫിന് മുകളിലൂടെ ഒരു ദൃശ്യവിസ്മയം തീർത്ത ബൗണ്ടറി. നാലാം ഓവർ പൂർണ്ണമായും പടിക്കൽ സ്വന്തമാക്കി. റബാഡയെ ഫൈൻ ലെഗിലേക്ക് ഗ്ലാൻസ് ചെയ്തും ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലേക്ക് കൈക്കുഴയുടെ മാന്ത്രികത കാട്ടിയും ഓഫ് സ്റ്റംപിന് പുറത്ത് ലേറ്റ് കട്ട് ചെയ്തും തുടർച്ചയായി 3 ഫോറുകൾ പടിക്കൽ അടിച്ചുകൂട്ടി. ഇതേ ഓവറിലെ അവസാന പന്തിൽ RCBയുടെ 50 റൺസ് തികഞ്ഞു. അഞ്ചാം ഓവറിൽ ജെയ്സൺ ഹോൾഡറിന്റെ മൂന്നാം പന്തിലും പടിക്കൽ മിഡ് വിക്കറ്റിലേക്ക് ബൗണ്ടറി നേടി. ആറാം ഓവറിൽ റബാഡയ്ക്കെതിരെ കോഹ്ലി ഒരു ഗംഭീര പുൾ ഷോട്ടിലൂടെ ഫോറും തുടർന്ന് വിക്കറ്റ് കീപ്പർക്ക് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സറും പറത്തി പവർ പ്ലേ അവസാനിക്കുമ്പോൾ സ്കോർ 58-ലെത്തിച്ചു. ഒപ്പം ഇവരുടെ 50 റൺസ് കൂട്ടുകെട്ടും പൂർത്തിയായി. ഏഴാം ഓവറിൽ ഹോൾഡർക്കെതിരെ കോഹ്ലി വീണ്ടും അതിമനോഹരമായ ഒരു പുൾ ഷോട്ട് 4 നേടി. എന്നാൽ കളിയുടെ 9ാം ഓവറിൽ ജെയ്സൺ ഹോൾഡർ ധർമ്മശാല സ്റ്റേഡിയത്തിൽ ശ്മശാന മൂകത പടർത്തി. ഓവറിലെ രണ്ടാം പന്തിൽ ഓഫ് സ്റ്റംപിന് പുറത്തുവന്ന ഷോട്ട് ബോളിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച കോഹ്ലിയുടെ ബാറ്റിന്റെ ഇൻസൈഡ് എഡ്ജിൽ തട്ടി പന്ത് ഓഫ് സ്റ്റംപ് പിഴുതെറിഞ്ഞു. 25 പന്തിൽ 4 ഫോറും 1 സിക്സും സഹിതം 43 റൺസ് നേടിയ കോഹ്ലി മടങ്ങി. രജത് പാടിദാർ ക്രീസിലെത്തി. എന്നാൽ അതേ ഓവറിലെ 4ാം പന്തിൽ സ്കിഡ് ചെയ്തു വന്ന തീക്ഷ്ണമായൊരു ലെങ്ത് പന്തിൽ പടിക്കലിന്റെ ബാറ്റിലുരച്ച് പന്ത് വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലറുടെ ഗ്ലൌസിലൊതുങ്ങി. 19 പന്തിൽ 5 ഫോറുകളോടെ 30 റൺസ് നേടിയ പടിക്കലും പുറത്തായി. RCB 1 തകർച്ചയെ അഭിമുഖീകരിച്ചു. കൃണാൽ പാണ്ഡ്യ ക്രീസിലെത്തിയതോടെ പുതിയ ജോഡി രക്ഷാപ്രവർത്തനം തുടങ്ങി. 11ാം ഓവറിൽ ഹോൾഡറെ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ 76 മീറ്റർ ദൂരത്തേക്ക് സിക്സർ പറത്തി പാടിദാർ RCBയുടെ 100 റൺസ് തികച്ചു. അവസാന പന്തിൽ കൃണാലും 4 നേടി. 12ാം ഓവറിൽ പ്രസിദ്ധ കൃഷ്ണയുടെ 5ാം പന്തിൽ പന്തിൽ നിന്ന് കണ്ണെടുത്തിട്ടും കൃണാലിന്റെ ബാറ്റിൽ തട്ടി പന്ത് വിക്കറ്റ് കീപ്പർക്ക് മുകളിലൂടെ സിക്സറിലേക്ക് പറന്നത് ഏവരെയും അത്ഭുതമുളവാക്കി. 13ാം ഓവർ നാടകീയതയുടെ പര്യായമായിരുന്നു. ആദ്യ പന്തിൽ പാടിദാറിന്റെ ഔട്ട്സൈഡ് എഡ്ജ് ബട്ട്ലറിക്കും ഹോൾഡറിക്കും ഇടയിൽ വീണു. തൊട്ടടുത്ത പന്തിൽ പാടിദാർ 4 അടിച്ചു. മൂന്നാം പന്തിൽ പാടിദാറിന്റെ പുൾ ഷോട്ട് ദീപിൽ നിന്ന് ഓടിയെത്തി റബാഡ ഡൈവ് ചെയ്തെങ്കിലും കൈവിട്ടുപോയി. പാടിദാറിന് ഒരു വലിയ ജീവദാനം. 15ാം ഓവറിൽ യുവ ബൌളർ കുൽവന്ത് ഖെജ്രളിയോളി വന്നതോടെ ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. മൂന്നാം പന്തിൽ കൃണാൽ 4 അടിച്ച ഹൈ ഫുൾ ടോസ് അമ്പയർ നോ ബോൾ വിളിച്ചില്ല. RCB ഉടൻ റിവ്യൂ എടുത്തു. സ്ക്രീനിൽ കൃണാലിന്റെ അരപ്പൊക്കം 0.957 മീറ്ററും പന്തിന്റെ ഉയരം 1.151 മീറ്ററുമാണെന്ന് വ്യക്തമായപ്പോൾ തേർഡ് അമ്പയർ അത് നോ ബോൾ വിധിച്ചു. ഫ്രീ ഹിറ്റിൽ നിഷാന്ത് സിന്ധുവിന്റെ ദയനീയമായ മിസ്ഫീൽഡിലൂടെ പന്ത് ബൗണ്ടറി കടന്നു. തുടർന്നുള്ള പന്തുകളിൽ പാടിദാറിന്റെ സംഹാരതാണ്ഡവം. യോർക്കർ മിസ്സായ പന്ത് 4, സ്ലോവർ ബോൾ മുൻകൂട്ടി കണ്ട് ലോങ് ലെഗിലേക്ക് കൂറ്റൻ സിക്സർ, അവസാന പന്തിൽ വീണ്ടും 4. ആ ഓവറിൽ നിന്ന് മാത്രം പിറന്നത് 21 റൺസ്. 15 ഓവർ പിന്നിടുമ്പോൾ സ്കോർ 3-ന് 168. 16ാം ഓവറിൽ റാഷിദ് ഖാനെതിരെ പാടിദാർ ലോങ് ഓണിലൂടെ സിക്സർ അടിച്ചപ്പോൾ കൃണാൽ മിഡ് വിക്കറ്റിലേക്ക് സ്ലോഗ് സ്വീപ്പിലൂടെ പന്ത് ഗാലറിയിലെത്തിച്ചു. അവസാന പന്തിൽ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഇൻസൈഡ് ഔട്ട് സിക്സറിലൂടെ പാടിദാർ വീണ്ടും ഞെട്ടിച്ചു. 17ാം ഓവറിൽ റബാഡയുടെ സ്ലോവർ ബോളിൽ ടൈമിംഗ് പിഴച്ച കൃണാൽ പാണ്ഡ്യ സായി സുദർശന്റെ കൈകളിൽ ഭദ്രമായി അവസാനിച്ചു. തികച്ചും ധീരമായ ഇന്നിംഗ്സ് കാഴ്ചവെച്ച കൃണാൽ പാണ്ഡ്യ 28 പന്തിൽ 4 ഫോറും 2 സിക്സും സഹിതം 39 റൺസ് നേടി മടങ്ങി. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫിനിഷർ ടിം ഡേവിഡ് ക്രീസിലെത്തി. എന്നാൽ അപ്പുറത്ത് പാടിദാർ തന്റെ നശീകരണ യജ്ഞം തുടർന്നു.
മൂന്നാം പന്തിൽ സിക്സർ അടിച്ച് പാടിദാർ വെറും 21 പന്തിൽ തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചപ്പോൾ സ്റ്റേഡിയം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. തൊട്ടടുത്ത പന്തിലും കവേഴ്സിന് മുകളിലൂടെ പാടിദാർ ഒരു അതിഭീകരമായ സിക്സർ കൂടി പറത്തി. 18ാം ഓവറിൽ മികച്ച തിരിച്ചുവരവ് നടത്തിയ പ്രസിദ്ധ കൃഷ്ണ ടിം ഡേവിഡിനെ ക്ലീൻ ബൗൾഡാക്കി. ജിതേഷ് ശർമ്മ ക്രീസിലെത്തി. 19ാം ഓവർ എറിയാൻ സിരാജ് വന്നപ്പോൾ അത് ഗുജറാത്തിന് ഒരു ദുസ്വപ്നമായി മാറി. ആദ്യ പന്തിലെ വൈഡ് ഫുൾ ടോസ് ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ പാടിദാർ സിക്സറിലെത്തിച്ചു. അടുത്ത പന്തിൽ വീണ്ടും 4. 5ാം പന്തിൽ ജിതേഷ് ശർമ്മയുടെ ചതുരതയാർന്ന ലേറ്റ് കട്ട് ബൗണ്ടറി. അവസാന പന്തിൽ ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സർ. ആ ഓവറിൽ നിന്ന് മാത്രം പിറന്നത് 21 റൺസ്. അവസാന ഓവർ എറിയാനെത്തിയ പ്രസിദ്ധ കൃഷ്ണയെ പാടിദാർ വെറുതെ വിട്ടില്ല. ആദ്യ പന്തിൽ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ ഗഗനചുംബിയമായ ഒരു സിക്സർ. 4ാം പന്തിൽ ഡൌൺ ദ ഗ്രൗണ്ടിലൂടെ പന്ത് വീണ്ടും അതിർത്തി കടത്തി പാടിദാർ 90കളിൽ പ്രവേശിച്ചു. ഈ ഐതിഹാസിക വെടിക്കെട്ടിലൂടെ നിശ്ചിത 20 ഓവറിൽ RCB കെട്ടിപ്പടുത്തത് 254 എന്ന ഈ സീസണിലെ ഏറ്റവും വലിയ എവറസ്റ്റ് സമാനമായ സ്കോറാണ്. എന്നാൽ 255 റൺസ് എന്ന അവിശ്വസനീയവും ഭീമാകാരവുമായ സ്കോർ പിന്തുടരാൻ ഗുജറാത്ത് ടൈറ്റൻസ് കളത്തിലിറങ്ങുമ്പോൾ ഫൈനലിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പാക്കാനുള്ള റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ വാശിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാകുമോ എന്നതായിരുന്നു ആരാധകരുടെ ചോദ്യം. എന്നാൽ ധർമ്മശാലയിലെ ആ രാത്രി ഗുജറാത്ത് ടൈറ്റൻസിന് ഒരു ദുസ്വപ്നമായി മാറുകയായിരുന്നു. RCBയുടെ കൃത്യതയാർന്ന ബൌളിംഗ് ആക്രമണത്തിനു മുന്നിൽ ഗുജറാത്തിന്റെ വിക്കറ്റുകൾ ഓരോന്നായി കൊഴിഞ്ഞു വീഴുന്ന ദയനീയ കാഴ്ചയ്ക്കാണ് പിന്നീട് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. രണ്ടാം ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ ജേക്കബ് ഡഫി എറിഞ്ഞ പന്തുകളെ വളരെ മനോഹരമായി അതിർത്തി കടത്തിക്കൊണ്ട് യുവതാരം സായ് സുദർശൻ മികച്ചൊരു തുടക്കമാണ് ഗുജറാത്തിന് നൽകിയത്. എന്നാൽ 3ാം ഓവറിൽ ക്രിക്കറ്റ് മൈതാനത്തെ ഏറ്റവും ദൗർഭാഗ്യകരമായ നിമിഷങ്ങളിലൊന്ന് അരങ്ങേറി. ഡെഫി എറിഞ്ഞ ഓഫ് സ്റ്റംപിനു പുറത്തുവന്ന ഷോർട്ട് ലെങ്ത് പന്തിൽ അതിശക്തമായൊരു കട്ട് ഷോട്ട് കളിക്കുകയായിരുന്നു സുദർശൻ. എന്നാൽ ഷോട്ടിന്റെ ആഘാതത്തിൽ ബാറ്റ് കൈകളിൽ നിന്നും വഴുതിമാറി പിന്നിലേക്ക് തെറിച്ചു പോകുകയും നേരെ വന്ന് സ്റ്റമ്പുകളിൽ പതിക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ റണ്ണിനായി ഓടാൻ തുടങ്ങിയ സുദർശൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ചിതറിത്തെറിച്ച ബീൽസുകളാണ്. സ്റ്റേഡിയം മുഴുവൻ അവിശ്വസനീയതയോടെ നോക്കി നിൽക്കെ 9 പന്തിൽ 3 മനോഹരമായ ഫോറുകൾ ഉൾപ്പെടെ 14 റൺസ് നേടിയ സുദർശൻ ഹിറ്റ് വിക്കറ്റായി കണ്ണീരോടെ മടങ്ങി. ഇത് RCBക്ക് ലഭിച്ച വലിയൊരു സമ്മാനമായിരുന്നു. വലിയ സ്കോർ പിന്തുടരുന്നതിന്റെ അമിത സമ്മർദ്ദം ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗിൽ വ്യക്തമായിരുന്നു. 4ാം ഓവറിൽ ഇതിഹാസ ബൌളർ ഭുവനേശ്വർ കുമാറിന്റെ മാന്ത്രിക സ്വിംഗിനു മുന്നിൽ ഗിൽ പൂർണ്ണമായും കീഴടങ്ങി. പന്ത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട ഗിൽ ഒരു സ്ലോഗ് ഷോട്ടിന് ശ്രമിച്ച് ക്ലീൻ ബൗൾഡായി. വെറും 7 പന്തിൽ 2 റൺസ് മാത്രമായിരുന്നു ഗില്ലിന്റെ സമ്പാദ്യം. എന്നാൽ മറുഭാഗത്ത് അപകടകാരിയായ ജോസ് ബട്ട്ലർ RCB ബൌളർമാർക്ക് നേരെ ഒരു പ്രത്യാക്രമണം അഴിച്ചുവിട്ടു. ജേക്കബ് ഡഫിയെയും ജോഷ് ഹേസൽവുഡിനെയും ബട്ട്ലർ നിർദ്ദയം പ്രഹരിച്ചു. ഹേസൽവുഡ് എറിഞ്ഞ 5ാം ഓവറിലെ 2ഉം 3ഉം പന്തുകളിൽ തുടർച്ചയായി 4ഉം കൂറ്റൻ സിക്സറും പറത്തി ബട്ട്ലർ ഗാലറിയെ ആവേശത്തിലാഴ്ത്തി. പക്ഷേ ആ ആവേശത്തിന് വെറും 2 പന്തുകളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ഓവറിലെ 5ാം പന്തിൽ ഹേസൽവുഡ് തന്റെ ബൌളിംഗ് മികവ് പുറത്തെടുത്തു. തന്ത്രകരമായൊരു സ്ലോവർ ലെഗ് കട്ടറിൽ ബട്ട്ലറുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. പന്ത് ബാറ്റിനെ കബളിപ്പിച്ച് മിഡിൽ സ്റ്റമ്പ് പിഴുതെറിഞ്ഞു. 11 പന്തിൽ 4 ഫോറുകളും 2 സിക്സറുകളും സഹിതം 29 റൺസ് അടിച്ചുകൂട്ടിയ ബട്ട്ലറുടെ മടക്കം ഗുജറാത്തിന്റെ വിജയപ്രതീക്ഷകളുടെ അവസാനമായിരുന്നു. ബട്ട്ലർക്ക് പിന്നാലെ വന്ന നിഷാന്ത് സിന്ധുവിനെ റാസിക് സലാം സ്വന്തം ബൌളിംഗിൽ ഒരു തകർപ്പൻ ഡൈവിംഗ് ക്യാച്ചിലൂടെ പുറത്താക്കി. തുടർന്നെത്തിയ ജെയ്സൺ ഹോൾഡർക്ക് ഒരു റണ്ണൌട്ടിൽ നിന്നും വിരാട് കോഹ്ലിയുടെ ചെറിയൊരു പിഴവിലൂടെ തലനാരികയ്ക്ക് ജീവൻ തിരിച്ചുകിട്ടിയെങ്കിലും റാസിക് സലാമിന്റെ പന്തിൽ മിഡ് ഓണിൽ ഹേസൽവുഡിന് അനായാസ ക്യാച്ച് നൽകി 1 റൺസ് പോലും എടുക്കാതെ ഹോൾഡർ മടങ്ങി. ഗുജറാത്ത് പൂർണ്ണമായും തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീണു. വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതിനിടയിൽ വാഷിംഗ്ടൺ സുന്ദർ എങ്കിലും പിടിച്ചു നിൽക്കുമെന്ന് കരുതി. റാസിക് സലാമിന്റെ ഫ്രീ ഹിറ്റ് പന്തിൽ സുന്ദർ ഒരു 4 നേടിയെങ്കിലും 8ാം ഓവറിൽ ജേക്കബ് ഡഫിയുടെ പന്തിൽ തേർഡ് മാനിൽ ഹേസൽവുഡിന് ക്യാച്ച് നൽകി സുന്ദറും ഡഗൌട്ടിലേക്ക് മടങ്ങി. തുടർന്ന് ക്രീസിലെത്തിയ സ്പിൻ മന്ത്രികൻ റാഷിദ് ഖാൻ ഡഫിക്കെതിരെ 74 മീറ്റർ ദൂരമുള്ള ഒരു ഗഗനചുംബിയായ സിക്സർ പറത്തി ആരാധകരെ ആവേശഭരിതരാക്കി. എന്നാൽ തൊട്ടടുത്ത പന്തിൽ വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകി പുറത്തായി. 11ാം ഓവറിന്റെ അവസാന പന്തിൽ കാഗിസോ റബാഡ ഡഫിക്കെതിരെ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ ഒരു കിടിലൻ ബൗണ്ടറി പായിച്ചു. എന്നാൽ 11.2 ഓവറിൽ കൃണാൽ പാണ്ഡ്യയുടെ പന്തിൽ സാക്ഷാൽ വിരാട് കോഹ്ലിക്ക് ക്യാച്ച് നൽകി റബാഡയും മടങ്ങി. മറുഭാഗത്ത് ക്രീസിലുണ്ടായിരുന്ന രാഹുൽ തെവാതിയ തന്റെ സഹതാരങ്ങൾ ഓരോരുത്തരായി കൂടാരം കയറുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കുകയായിരുന്നു. ചുരുക്കത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഉയർത്തിയ 255 എന്ന പടുകൂറ്റൻ വിജയലക്ഷ്യത്തിനു മുന്നിൽ വെറും 13 ഓവറുകൾ പിന്നിടുമ്പോൾ തന്നെ 107 റൺസിന് 8 വിക്കറ്റുകൾ എന്ന ദയനീയ അവസ്ഥയിലേക്ക് ഗുജറാത്ത് ടൈറ്റൻസ് കൂപ്പുകുത്തിയിരിക്കുന്നു. അത് RCBയുടെ ചരിത്രപരമായ ഫൈനൽ പ്രവേശനത്തിനും ഗുജറാത്തിന്റെ നാണം കെട്ട തോൽവിക്കുമുള്ള ഔപചാരികതകൾ മാത്രമായി പിന്നീട് മാറി.
എന്തായാലും ഈ വിജയം IPL പ്ലേ ഓഫ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി ധർമ്മശാലയിലെ മണ്ണിൽ കുറിക്കപ്പെട്ടു. 10ാം വിക്കറ്റും നിലം പതിച്ച ആ നിമിഷം ധർമ്മശാലയിലെ HPCA സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ചുവപ്പുകടലായി മാറി. മൈതാനത്തിന്റെ മധ്യത്തിൽ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി സിംഹത്തെപ്പോലെ ഗർജിച്ചുകൊണ്ട് വിരാട് കോഹ്ലി തന്റെ ആവേശം അണപൊട്ടി ഒഴുകാൻ അനുവദിച്ചു. സഹതാരങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ചും ആനന്ദ കണ്ണീർ പൊഴിച്ചും ആ ചരിത്ര നേട്ടം ആഘോഷിച്ചു. ബാറ്റുകൊണ്ട് ഗുജറാത്തിന്റെ ചിതയൊരുക്കിയ രജത് പാട്ടിദാറിന്റെ മുഖത്ത് മാത്രം തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ഒരു പോരാളിയുടെ ശാന്തമായ പുഞ്ചിരിയുണ്ടായിരുന്നു. ഗാലറികളിൽ RCB എന്ന മന്ത്രം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഫൈനലിലേക്കുള്ള രാജകീയ മാർച്ച്. ക്വാളിഫയർ 1ലെ ഈ ഭീമാകാരമായ വിജയത്തോടെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു IPL 2026ന്റെ ഗ്രാൻഡ് ഫിനാലെയിലേക്ക് തലയുയർത്തിക്കൊണ്ട് രാജകീയമായി പ്രവേശിച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് ടോസ് നേടിയിട്ടും പിച്ചിന്റെ ആനുകൂല്യം മുതലാക്കാൻ കഴിയാതെ ബാറ്റിംഗിലും ബൌളിംഗിലും ദയനീയമായി പരാജയപ്പെട്ട ശുഭ്മൻ ഗില്ലിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും ഇനി ഫൈനലിലെത്താൻ ക്വാളിഫയർ 2വിൽ ഒരു ജീവൻ മരണ പോരാട്ടം നടത്തേണ്ടിവരും. വർഷങ്ങളായി RCB ആരാധകർ നെഞ്ചേറ്റിയ ഈ മുദ്രാവാക്യം യാഥാർത്ഥ്യമാകാൻ ഒരേയൊരു കടമ്പ മാത്രം. ധർമ്മശാലയിലെ ഈ തണുത്ത രാത്രിയിൽ ബാംഗ്ലൂരിന്റെ സുവർണ സ്വപ്നങ്ങൾക്ക് തീജ്വാലയുടെ ചൂടും തിടക്കവും ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് ലോകം മുഴുവനിപ്പോൾ കാത്തിരിക്കുന്നത് ആ വലിയ ദിവസത്തിനായിട്ടാണ്. പരുപക്ഷേ RCB തങ്ങളുടെ കണ്ണി IPL കിരീടത്തിൽ മുത്തമിടുന്ന ആ മാന്ത്രിക രാത്രിക്കായി. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.